ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും നീക്കം ചെയ്യണമെന്ന് RSS. സംഘടനാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ഭരണഘടനയെ ഇല്ലാതാക്കാനാണ് RSS ശ്രമമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ഇന്ത്യ എന്ന ആശയം മനുസ്മൃതിയിൽ നിന്നല്ലെന്നും ഭരണഘടനയാണ് ആധാരശിലയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നതിങ്ങനെ: ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും എന്നാണ്. ഈ ആമുഖവാചകങ്ങളിലെ സോഷ്യലിസവും മതേതരത്വവും നീക്കണം എന്നാണ് RSS ആവശ്യം. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ തയ്യാറാക്കിയ ആമുഖത്തിൽ ഈ വാചകങ്ങൾ ഉണ്ടായിരുന്നില്ല. 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്തെന്നാണ് RSS ആരോപണം. അടിയന്തരാവസ്ഥയുടെ ആനുകൂല്യം മുതലെടുത്തായിരുന്നു നടപടിയെന്നും RSS സംഘടനാ ജനറൽ സെക്രട്ടറി दत्तात्रेय होसबाले. दो शब्द जोड़े हैं, लोगों को मालूम है सेक्युलरिज्म और सोशलिज्म के, वो प्रस्तावना में नहीं थे पहले. उन दो शब्दों को जोड़ा है. प्रियम्बल शाश्वत रूप से है. क्या सोशलिज्म के विचार आइडियोलॉजी के नाते क्या शाश्वत है भारत के लिए? सेक्युलरिज्म का शब्द भारत संविधान में नहीं था, प्रस्तावना में जोड़ा है. तो इन दो शब्दों को प्रस्तावना में जोड़ा, तो क्या वो रहनी चाहिए? प्रस्तावना में ये विचार होना चाहिए. ഭരണഘടനാ ഭേദഗതിക്കുള്ള RSS നീക്കത്തെ എതിർത്ത് കോൺഗ്രസും ഇടതു പാർട്ടികളും രംഗത്തെത്തി. മനുസ്മൃതിയുടെ സ്വാധീനത്തിലേക്ക് ഇന്ത്യൻ ഭരണഘടനയെ തിരിച്ചുകൊണ്ടുപോകാനുള്ള വളരെ ഹീനമായ അപലപനീയമായ RSS പദ്ധതിയാണ് ദത്താത്രേയയുടെ ഈ പ്രതികരണത്തിലൂടെ വന്നിട്ടുള്ളത്. ഏറ്റവും ശക്തമായ ഭാഷയിൽ അതിനെ അപലപിക്കുകയാണ്. कि ये मनुवादी नहीं है, ये मनुस्मृति से प्रेरणा नहीं लेता है, ये मनुस्मृति पर आधारित नहीं है. अभी RSS के एक वरिष्ठ नेता ने और कुछ बात छेड़ी है. मैं सिर्फ उनसे एक गुजारिश करूंगा, ये 7 पन्ने का सुप्रीम कोर्ट का निर्णय है. സോഷ്യലിസവും മതേതരത്വവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി കഴിഞ്ഞ വർഷം തള്ളിയിരുന്നു. സോഷ്യലിസം എന്നത് ഇന്ത്യയിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പമായി കരുതിയാൽ മതി എന്നായിരുന്നു കോടതി വിധി. ന്യൂസ് ഡെസ്ക് 24.